ഇപ്പോൾ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥലത്താണ് സ്ഫോടനമുണ്ടായത്. 40 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹരീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരീഷ്, ദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിവരം? ഇന്ന് 3:45 കൂടിയാണ് വലിയ ശബ്ദത്തോടു കൂടി ഒരു സ്ഫോടനം ഉണ്ടാവുന്നത്. ഈ തൃശ്ശൂര് മുണ്ടത്തിക്കോട് തിരുവമ്പാടിയുടെ ഈ വെടിക്കോപ്പുകളെല്ലാം നിർമ്മിക്കുന്ന സ്ഥലമാണ് മുണ്ടത്തിക്കോട്. വർഷങ്ങളായി തിരുവമ്പാടി വിഭാഗം ഈ കരിമരുന്നും അതുപോലെ മറ്റ് വെടിക്കോപ്പുകളൊക്കെ നിർമ്മിക്കുന്ന സ്ഥലമാണ് ഈ മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് 3:45 കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 40ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായുള്ള വിവരം. അതിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഗുരുതരമായി പരിക്കേറ്റവരെല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫയർഫോഴ്സും പോലീസും ആംബുലൻസും അടങ്ങുന്ന വലിയ ഒരു സംഘം ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗുരുതരമായ ഈ ഒരു അപകടം അതിന്റെ വ്യാപ്തി ഇപ്പോഴും കൃത്യമായി പറയാനാവില്ല. കാരണം ഇനിയും ആളുകൾക്ക് കൂടുതൽ പരിക്ക് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്ക് പറ്റിയ ആളുകളുടെ ആരോഗ്യനില എങ്ങനെയാണെന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല. എന്തായാലും 3:45 കൂടിയാണ് വലിയ രീതിയിൽ ശബ്ദത്തോടുകൂടി ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. വലിയ രീതിയിൽ പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായിരുന്നു. ഈ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട പലരും വന്നപ്പോഴാണ് ഇത് വലിയ രീതിയിൽ ഈ ഒരു വെടിക്കോപ്പുകൾ പൊട്ടിത്തെറിച്ചാണ് മനസ്സിലായത്. തുടർന്ന് പോലീസ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയും ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികൾ ചെയ്യുകയും ചെയ്തു. നിലവിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരുപക്ഷെ അത് അവരുടെ നില കൂടാൻ, അവരുടെ അപകട നില കൂടാനും സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാവുള്ളൂ. നിലവിൽ 2 പേർക്ക് വലിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർഷങ്ങളായി ഇവിടെയാണ് തിരുവമ്പാടി ഇവരുടെ വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്നത്. ഇത് ഒരു പാടമാണ്, വലിയ പാടങ്ങൾ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വെയില് വലിയ രീതിയിൽ എത്തുന്ന സ്ഥലമാണ്. ചൂട് കൂടിയ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരുപക്ഷെ ആ ചൂട് കൊണ്ടാണോ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുക എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അതിൽ വ്യക്തത വരണമെങ്കിൽ ഇനി ഫോറൻസിക് വിദഗ്ധരും മറ്റ് ആളുകളും അധികൃതരും അത് കൃത്യമായി തന്നെ പറയണം. ഏത് രീതിയിലാണ് തീ പിടിച്ചത്, ഈ തീ പിടിക്കാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അതിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. എന്തായാലും പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതൊരു പാടമാണ്, വലിയ പാടത്ത്. ഹരീഷെ, നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം വലിയ രീതിയിലുള്ള പുകയൊക്കെ ഉയരുന്നുണ്ട്. അവിടെ വീണ്ടും ഈ സ്ഫോടനമൊക്കെ ഉണ്ടാകുന്നുണ്ടോ? അത് രക്ഷാപ്രവർത്തനത്തിനൊരു തടസ്സമായി നിൽക്കുന്നുണ്ടോ? പൊട്ടിത്തെറിച്ചതാണ് അടക്കമുള്ള കാര്യങ്ങൾ ആണ് ഇനി അറിയാനുള്ളത്. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രദേശം ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ളതാണ്. ഇത് വർഷങ്ങളായി ഇവിടെ ഈ ഒരു വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്ഥലം ഒട്ടും സുരക്ഷിതമായ സ്ഥലമല്ല. തുറന്ന ഒരു പ്രദേശം, ഒരു പാടമുള്ള പ്രദേശമാണ്. നേരിട്ട് വെയിലടിക്കുന്ന ചൂടൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അത്തരത്തിൽ ചൂട് കൂടുതൽ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലാണോ തീ പിടിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായും ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രകമ്പനം ഉണ്ടായിരുന്നു. തൃശ്ശൂർ ടൗണിലേക്ക് വരെ അതിന്റെ പ്രകമ്പനം എത്തി എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. 40 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 2 പേരെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും ആളുകൾക്ക് പരിക്കുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും അടങ്ങുന്ന സംഘം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. തീ ഇപ്പോഴും പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായും മനസ്സിലാക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ, പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫയർഫോഴ്സുകളും ആംബുലൻസും പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എത്രത്തോളം ഉണ്ട് എന്ന് എന്തായാലും വരും മണിക്കൂറുകളിലെ മനസ്സിലാവുള്ളൂ. എന്തായാലും വലിയ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. തിരുവമ്പാടിയുടെ വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന ഈ ഒരു പ്രദേശത്ത് വലിയ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നു. 3:45 കൂടി വലിയ പൊട്ടിത്തെറിയാണ്. ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകും. വലിയ രീതിയിൽ പുകയുയരുന്നു, വലിയ രീതിയിൽ പ്രകമ്പനം ഉണ്ടാകുന്നു, വലിയ രീതിയിൽ ശബ്ദമുണ്ടാകുന്നു. അത് വലിയ ഒരു സ്ഫോടനം നടന്നതിന്റെ എല്ലാ തെളിവുകളും ആ ദൃശ്യത്തിൽ നിന്ന് നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കും. വലിയ രീതിയിൽ പുക ഉയരുന്ന ദൃശ്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയും ഇത്തരത്തിൽ അപകടങ്ങൾ, അതായത് ആളപായം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായും ഇവിടെ നോക്കേണ്ടത്. കാരണം നിരവധി പണിക്കാരുണ്ട്. ഈ ഒരു നിരവധി ആളുകൾ കൂടിയിരുന്നിട്ടാണ് ഈ പടക്ക നിർമ്മാണം വർഷങ്ങളായിട്ട് നടത്തുന്നത്. അത് വർഷങ്ങളുടെ പരിചയം സമ്പന്നരായ ആളുകൾ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും വളരെ അപകടാവസ്ഥയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പടക്ക നിർമ്മാണങ്ങൾ ഈ ഒരു പ്രദേശത്ത് നടത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് അപായമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഇനി പ്രാഥമികമായും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ 40 പേർക്ക് പരിക്കേറ്റുണ്ടോ എന്നുള്ളതാണ് പ്രാഥമിക വിവരം. ഇതിൽ 2 പേരുടെ അവസ്ഥ അതീവ ഗുരുതരമാണ്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പ്രദേശത്തിന് അടുത്ത് തന്നെയാണ്, തൃശൂർ മെഡിക്കൽ കോളേജിന് അടുത്ത് തന്നെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനി പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ദൗത്യം. എന്തായാലും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ഒരു പ്രകമ്പനമുണ്ടായ ഒരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായത്. എന്തായാലും വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി എന്തായാലും അതിൽ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടർ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായും അതിനുവേണ്ട സുരക്ഷകളെല്ലാം പ്രാഥമികമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ, തൃശ്ശൂരിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തീ നിയന്ത്രിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇനി ഫയർഫോഴ്സിന്റെ മുന്നിലുള്ള. മാത്രമല്ല പോലീസും ആംബുലൻസും അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു തീ പടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല. അവിടെ നിന്നുള്ള ഈ പരിക്കുവച്ചവരെല്ലാം മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല പുറമേ നിന്നുള്ള ആളുകളെ, ഒരാളെ പോലും ഈ ഒരു തീ പറന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു തീ നിയന്ത്രണ വിധേയമല്ലാത്ത ഈ ഒരു പ്രദേശത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല. അതുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങളില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഒരു പക്ഷേ കൂടുതൽ സ്ഫോടനങ്ങൾ ഉണ്ടായാൽ പോലും ഒരാളെയും ആ ഒരു ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല. എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള പരിശോധന അല്ലെങ്കിൽ നടപടികളാണ് ഇപ്പോൾ പ്രധാനമായും ഫയർഫോഴ്സും പോലീസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ആശങ്കയ്ക്ക് ഇനി വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ള വാർത്തയാണിപ്പോൾ ഒടുവിലായി വരുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപക്ഷെ ആളപായം ഉണ്ടാകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിക്കല്ലാതെ ഒരുപക്ഷെ മരണത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ടാകാം എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അത്തരത്തിലുള്ള ചില സൂചനകൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് വ്യക്തമാക്കിയിരിക്കുന്നു. അല്പസമയത്തിനകം നമ്മുടെ സംഘം അങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷം ആ ഒരു കാര്യത്തിൽ വ്യക്തത വരും. എന്തായാലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി നടന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരുപക്ഷെ ആളുകളുടെ ജീവന് ആപത്തുണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മരണം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ആ ഒരു സ്ഫോടനം കണ്ടാൽ തന്നെ, ആ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്. എന്തായാലും അതിന്റെ സ്ഥിരീകരണം അല്പസമയത്തിനകം എത്തും. അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര പേർ മരണപ്പെട്ടു, എത്ര പേരുടെ അവസ്ഥ ഗുരുതരമാണ്, എത്ര പേർക്ക് പരിക്കേറ്റു എന്നതിന്റെ സ്ഥിതി വിവരങ്ങൾ എന്തായാലും വ്യക്തമാകാനുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ആംബുലൻസും എല്ലാം അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് അടക്കം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതിൽ കൂടുതൽ വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കുന്നത്.